ഞാൻ ആ മനുഷ്യനെ സല്യൂട്ട് ചെയ്യുന്നു എന്ന് ഇന്ത്യയുടെ അഭിവന്ദനായ രാഷ്ട്രപിതാവ് പറഞ്ഞു തരുന്നത് നമ്മൾ കാണുന്നു. ഐ സല്യൂട്ട് ഹിം. എന്താ കാരണം? അദ്ദേഹം വീണ്ടും പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ കമാൻഡർമാരോട് പോലും കാണിച്ചത് വല്ലാത്ത വിനയാണ്. ഹി കമാൻഡ്സ് മൈ ഹംബിൾ റെസ്പെക്ട്. മഹാത്മാഗാന്ധി പറയാൻ, ഹി കമാൻഡ്സ് മൈ ഹംബിൾ റെസ്പെക്ട്. എന്റെ വിനയാന്വിതമായ കൂപ്പുകൈ അദ്ദേഹം അർഹിക്കുന്നുണ്ട്, എന്റെ ആദരം അദ്ദേഹം അർഹിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? He weighed out the same justice to his daughter that he would weigh to an utter stranger. ഒരു അപരിചിതനെ കണ്ടാൽ അയാൾക്ക് എന്താണോ നീതി കൊടുക്കേണ്ടത്, അതേ നീതി മാത്രമേ അദ്ദേഹത്തിന്റെ മകൾക്കും കൊടുത്തിട്ടുള്ളൂ എന്ന് മഹാത്മാഗാന്ധി പറയുന്നു. അത്ര വലിയ നീതിമാനായിരുന്നു സയ്യിദുനാ ഉമർ. ആ ഉമർ ജയിച്ചതാണ് പലസ്തീൻ. ആ ഗോലാകുന്നിൽ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഗോലാകുന്നിലൊന്ന് പോയി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ കണ്ണീരോട് ആലോചിച്ചു പോകും. ഇവിടെ കേട്ടൊരു തക്ബീർ ധ്വനിയുണ്ട്. ആ ഗോലാകുന്നുകളുടെ മുകളിലൂടെ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഫലസ്തീന്റെ ബൈത്തുൽ മഖ്ദിസിലേക്കുള്ള യാത്രക്കിടയിൽ ആ കുന്നിങ്ങനെ കടന്നു വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ച വിളിയാളുണ്ട്. അതേ ഗോലാകുന്നുകളിലാണ് ഇതേ ഇസ്രായേൽ ജൂതപ്പരിശകൾ മഹാന്മാരായ മുസ്ലിങ്ങളെ അറുംകൊല ചെയ്തതിൻ്റെയും ചരിത്രം കിടക്കുന്നത്. അതിനും കാരണം യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? നമ്മളാണ് മുഅ്മിനീങ്ങളെ, നമ്മളാണ്. ഞാൻ പറഞ്ഞില്ലേ, 914 മുമ്പ് വരെ തുർക്കിക്ക് വലിയൊരു ശക്തി ഉണ്ടായിരുന്നു. ആ തുർക്കി നിങ്ങൾ കേട്ടിട്ടില്ലേ? സുൽത്താനേറ്റ്, ഒട്ടോമൻ സാമ്രാജ്യം, ഉസ്മാനിയ ഖിലാഫത്ത്. ആ ഉസ്മാനിയ ഖിലാഫത്ത് തകരാൻ എന്താ കാരണം എന്നറിയോ? മുസ്ലിങ്ങൾക്കിടയിൽ വന്നിട്ട് ചിലർ കുഴപ്പമുണ്ടാക്കി. അതിലൊരു പ്രഗത്ഭനായ ഒരാളുടെ പേരാണ് ലോറൻസ് ഓഫ് അറേബ്യ എന്ന പേരിൽ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആ ലോറൻസ് എന്താ ചെയ്തത്? മുസ്ലിം പ്രദേശങ്ങളിലെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഈ തുർക്കീനെ നമുക്കൊന്ന് അവസാനിപ്പിക്കണം, എന്നിട്ട് നിങ്ങളൊക്കെ രാജാക്കന്മാരും വലിയ നേതാക്കന്മാരൊക്കെ ആയിട്ട് വരണം. അപ്പോഴേക്കും കുറെ ആളുകളൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഷർട്ടൊക്കെ ശരിയാക്കി അങ്ങനെ വന്നു. അങ്ങനെയാണല്ലോ. വേറൊരാൾ അവസാനിപ്പിച്ചിട്ട് എവിടെയെങ്കിലും രാജ്യം കിട്ടും, നേതാവാകാൻ പറ്റുമെന്ന് കണ്ട ഒക്കെ എണീറ്റൂലോ. അങ്ങനെ എണീറ്റ് വന്നു. വഹാബികളായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ മൂവ്മെന്റ്, വഹാബി മൂവ്മെന്റ്. ഞാൻ വഹാബി മൂവ്മെന്റിനെ അക്കാര്യത്തിൽ ഏറ്റവും ശക്തമായി തന്നെ പറയുന്നു. അതായത് സൗദിയിൽ മുഹമ്മദ് അബ്ദുൽ വഹാബി മൂവ്മെന്റ് കൊണ്ടുവരുമ്പോൾ ബ്രിട്ടീഷുകാർ ആ വഹാബി മൂവ്മെന്റിനെ കൈക്കലാക്കി. വഹാബി മൂവ്മെന്റുകാരോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന സൗദ് എന്ന് പറയുന്ന, അതായത് ഹിജാസിന്റെ പ്രദേശം മുഴുവനും ഇബ്നു സൗദിന്റെ കയ്യിലാകും. അതിന് വേണ്ടത് എന്താണെന്നറിയോ? ഈ തുർക്കി ഖിലാഫത്ത് തകർക്കണം.